ഹലോ ഗായ്സ്, ലൈഫ് ഓഫ് യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് എൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ കൊച്ചിൻ്റെ ഒരു ബർത്ത്ഡേ എനിക്കിപ്പോൾ തോന്നുന്നു 3ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്നത് അല്ലേ? കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ബർത്ത്ഡേ. അത് എൻ്റെ വക ഒരു കിടക്കാച്ച് സർപ്രൈസ് ഒക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പയ്യെ കാണാം, വഴിയെ കാണാം. അങ്ങനെ ഞങ്ങളിത് ലിഫ്റ്റിൽ കയറിയേക്കണേണ്. എന്താണോ താൻ വെളുത്തിട്ട് പാറണ്ടല്ലോ ഉയരങ്ങളിലേക്ക് കേറിക്കൊണ്ടിരിക്കുന്നു. 19ാം നിലയില് 17ൽ നിന്ന് ഇവരെ ഇറക്കി വിടും. എന്റെ മാമി അവിടെ ഉണ്ട്. ന്യൂസ് പേപ്പറൊക്കെ ആയിട്ട് ന്യൂസ് പേപ്പർ പോയാണ്. മാമിക്ക് പഴയതന്നെ, മാമി പഴയ പേപ്പർ ചിറക് വിരിച്ച് മാമി. ഇതേ ചിറക് വിരിച്ച് മാമി. മാമിനെ കാണാൻ പോലേ? ഇല്ല, മാമി ചെയ്യല്ല. മാമിയുടെ കൂളിംഗ് ഗ്ലാസ് എടുക്കാൻ പറഞ്ഞു. കൊച്ചിന്റെ ഹെയറും ഒക്കെ സൂപ്പർ ആയിട്ടുള്ള ഇന്നലെ രാത്രിയില് ജോ വന്ന് ഇന്നലെ രാത്രി ഞങ്ങൾ കോഴിക്കോട് നെത്തി ഹെയർ കട്ട് ചെയ്ത് കളർ ചെയ്ത് കിടന്നപ്പോ 2 മണി. പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെ ഒന്ന് കേറണം. പാത്രനെ കിട്ടിയ വന്നപ്പോ തന്നെ ഞങ്ങള് വീട്ടിലെത്തിയേക്കണേന്. പൊന്നു എന്താണ് ഉണ്ടാക്കണേ? ആ ക്രിസ്പിയാണോ? ആ അടിപൊളിയുള്ള നൈസ് ദോശ. വളരെ ശ്രദ്ധയോടെ ചെയ്തോണ്ടിരിക്കുന്നതാണ്. നല്ല എന്റെ പൊന്നെ എങ്ങനെയുണ്ട്? ഓ വ്യൂ നോക്കി ഇങ്ങോട്ടുള്ള. അപ്പൊ പൊന്നു ഉണ്ടാക്കിയ ദോശ കഴിക്കാൻ പോണേണ്. പപ്പ പറഞ്ഞ പോലത്തെ അഭിപ്രായം വല്ലതും പറയാനുണ്ടോ ഇവിടെ? പപ്പ മമ്മിയുടെ വ്ളോഗിൽ പറഞ്ഞ അഭിപ്രായം പോലെ വല്ലതും പറയാനുണ്ടോ? ചാവില്ല കേട്ടോ ഗൈസ്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണേണ്. എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിന് മാത്രം അറിയത്തില്ല, എവിടെ പോകണമെന്നറിയാം, പക്ഷേ ഏതാ റിസോർട്ട് കാര്യങ്ങളൊന്നും അറിയത്തില്ല, എന്താണ് പ്ലാൻ ചെയ്തേക്കണമെന്നും അറിയത്തില്ല. കാരണം കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ ഇന്നൊരു പരിപാടി പ്ലാൻ ചെയ്തേക്കണേണ്. നമ്മൾ നേരെ വാഗമണ്ണാണ് നമ്മൾ പോകുന്നത്, അത് മാത്രം കൊച്ചിനറിയാം. പക്ഷേ വാഗമണിൽ ഏത് റിസോർട്ട്, അവിടെ എങ്ങനെയാണ് നമ്മൾ പരിപാടികൾ. മിണ്ടല്ലേ പാത്തുവിനെയും കൊണ്ടുപോണ്ട്. അപ്പോൾ അവിടെ എങ്ങനെയാണ് പരിപാടികൾ അറേഞ്ച് ചെയ്തേക്കണം ഒരു കാര്യവും കൊച്ചിനറിയത്തില്ല. എല്ലാം ഫുൾ ഇനി സർപ്രൈസ് കളിയാണ്. ഓക്കെ അപ്പൊ മെഡിക്കിടുന്ന് ഉറങ്ങുവാണി. പാത്രം കുരുത്തക്കേടാണ് ഇത്ര നേരം അതിൻ്റെ അകത്ത് കിടന്നിട്ട്. പൊട്ടിക്കരുത്, അടി വാങ്ങാം. ഹായ് പറഞ്ഞേ. ഹലോ ഗൈസ്, ഞങ്ങളിത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പപ്പടം എനിക്ക് എൻ്റെ പ്ലേറ്റിൽ തന്നപ്പോൾ എനിക്ക് മാത്രം വന്നു, പക്ഷേ എല്ലാവർക്കും ഉണ്ട്. ഇവിടെ എനിക്ക് പപ്പടം വേണ്ടല്ലോ. അങ്ങനെ വാഗമന്റെ മണ്ണിൽ ഞങ്ങൾ എത്തി. വണ്ടി വിട്ടിട്ടുണ്ട്. അത് നേരെ ഇനി മലയുടെ മുകളിൽ കയറാൻ പോണേ. ഓ സ്കൈൻ്റെ ഒക്കെ ലുക്ക് നോക്കിയേ. പാത്തുന് ഫുഡ് കൊടുക്കണം. അപ്പം അതാണ് അടുത്ത പരിപാടി. അയ്യോ എൻ്റെ പുതിയ ഷൂ പോയേ. അയ്യോ അവിടെ ചെളി ഉണ്ടായിരുന്നു. ഞാൻ ഈ സ്റ്റെപ്പ് വഴി ചവിട്ടി മുകളിൽ കയറാൻ നോക്കിയതാ. ഷോ കൊച്ചിൻ്റെ ഞാല് അല്ലടാ, ഞാനിത് കണ്ടുപിടിച്ചില്ല എന്ന് നിങ്ങ പെട്ടാന്. ഇല്ല എന്റെ സ്റ്റെപ്പേ ചതിച്ചു. കൊച്ചിന്റെ വെള്ളയാണ്. ചാടി കയറിക്കോ. ഞാൻ തന്നെ വീണാ കഴിഞ്ഞ്. സെറ്റാണ് ബാ. പാത്തിനും മുടി കിടന്ന് പറക്കണോക്കി. ഇവിടെ അല്ല, നമുക്ക് അങ്ങോട്ട് കയറാം. പാത്തുവിന്റെ ഒക്കെ ഭാഗ്യം നോക്കിയേ, മലമുകളിലൊക്കെ ഇന്ന് ഫുഡൊക്കെ അടിക്കണത്. ഓ പാത്ത് പാറയെ കൂടിയൊക്കെ കണക്കണ ഇപ്പഴായിരിക്കും പോണേ. അങ്ങാട് ഇറക്കം പോയതുകൊണ്ട് അങ്ങാട് പോണേ. ഇങ്ങാട് വാ. കൊച്ചൊക്കെ ഇരിപ്പായി ഇവിടെ. ഞങ്ങളുടെ ബർത്ത്ഡേക്ക് സർപ്രൈസ് എന്താണെന്നും പറഞ്ഞ് ആലോചിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്.
സർപ്രൈസ് ഒക്കെ ഉണ്ട്, അത് അവിടെ ചെല്ലുമ്പോഴാണ്. പാത്ത് ഇവിടെ മറ്റേ ഇങ്ങനെ ഓടി കളിക്കാൻ കുറെ സ്ഥലം കിട്ടിയ പോലെയാണ്. സ്വാതന്ത്ര്യമാണ്. പാത്ത് പകുതി ഓടിയാൽ മതി, ബാക്കി ഉരുണ്ടൊക്കെയാ പോണ പാത്ത്. വാഗമൺ ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാര്യം ഇതാണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ തേയിലത്തോട്ടമുണ്ട്, റൂട്ട് ഫുള്ള് പൊളിയ. അത് വരുവാണെങ്കിൽ നമ്മുടെ തൊടുപുഴ മുട്ടം ആ വഴി തന്നെ, അല്ലെന്നാണെങ്കിൽ ശോകമാണ്. എനിക്ക് ഈ വഴി ഇഷ്ടം. ഓക്കെ, ആഹാ, അത് ഭയങ്കര അധികം വണ്ടികളൊന്നുമില്ല, അങ്ങനെയൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് ഇങ്ങനെ പോരാം. സീനാണ് കഴിച്ച്, സീനാണ്. ടയറ് കാണുന്ന കറങ്ങി ഇതേ ഷെബീനെയും ഡൂഡിനെ അങ്ങ് പുറത്തിറക്കി വണ്ടി കയറാനിട്ട്. അതെന്താ കാരണം? നമ്മള് എയർ അടിച്ച എത്രയൊക്കെ അറിയോ? 36. 36. ഇന്നത്തെ തരുമ്പോ 34. ഞാൻ 34 അടിക്കാറുള്ളു, നീ 36 അടിക്കണം എന്ന് പറഞ്ഞോണ്ടാ. ആ സൈഡിലൊക്കെ നോക്കിയാ നല്ല വ്യൂ, ഫുള്ള് കയറ്റം ഉണ്ടാ. ഇനി നിങ്ങൾ ഇറക്കേണ്ടി വരരുത്. ഇവിടെ എന്തിന്റെ ഇടയിൽ കയറും? കൊള്ളാലോ. പൊന്നുവിനെ കളിക്കാനുള്ളത് അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ചെന്നിട്ട് റിസപ്ഷനിലൊക്കെ ഒന്ന് സംസാരിക്കട്ടെ, എന്താണ് കാര്യം, എങ്ങനെയാണ് ഏതാണെന്നൊന്നും അറിയില്ല നമ്മുടെ. അപ്പൊ എന്തായാലും പോയി നോക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ കോട്ടേജ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കോട്ടേജ് ഇതേ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ഇടാം. ഇവിടെ നിന്ന് ഇതേ ഈ കാണുന്നതാണ് നമ്മുടെ കോട്ടേജ്. പിന്നെ അടുത്ത കോട്ടേജ് അവിടെ വരുന്നത്. പിന്നെ ഈ കോട്ടേജ് കഴിഞ്ഞ് പിന്നെ അവിടെ റിസപ്ഷൻ വരുന്നുണ്ട്. പിന്നെ റിസപ്ഷൻ കഴിഞ്ഞ് കുറച്ച് ദൂരം കഴിഞ്ഞിട്ടാണ് അടുത്ത കോട്ടേജ് വരുന്നത്. അങ്ങനെ ഇവിടെ പോയേക്കണം. ഞാനിപ്പോൾ നടന്നൊക്കെ നോക്കിയിട്ട് വന്നാണ്. അപ്പോൾ നമ്മൾ നേരെ കോട്ടേജിലേക്ക് കയറാണ്. കൊള്ളാലോ. ഒരു ഫുഡ് കഴിക്കാനൊരു ഡൈനിങ് ടേബിൾ കാര്യമുണ്ട്. ഇവിടെ വാഷ് ബേസിനൊക്കെ ഉണ്ടല്ലോ, TV ഒക്കെ ഉണ്ടല്ലോ. വെച്ചേ നോക്കട്ടെ, കൊച്ചാ സൈഡിലാണ്. നമുക്ക് ഇപ്പറ സൈഡിലോട്ട് കയറി നോക്കാം എങ്ങനെയാണ് റൂംസ് വരുന്നത് നോക്കട്ടെ. ഇവിടെ ഒരു റൂം, അതുപോലെ ഇവിടെ ഒരു നോർമൽ ബാത്റൂം അല്ല, സോറി, ഷവർ ചെയ്യാൻ വേറെ സ്ഥലമുണ്ട്. ബാൽക്കണി വ്യൂ നോക്കട്ടെ. ഇവിടെ നിന്നുള്ള ബാൽക്കണി വ്യൂ കണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ സംസാരിച്ചപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടോ ക്യാമ്പ് ഫയർ, ഗ്രിൽഡ് അടിക്കാനുള്ള സെറ്റപ്പ്, ഇതേ അവിടെ സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു റൂം കയറി കണ്ടു. ഇനി അപ്പുറത്ത് ഒരു റൂം കൂടി നമുക്ക് നോക്കാം. എങ്ങനെയുണ്ട് വെച്ചേ? നിങ്ങൾക്ക് മേലെ ഇഷ്ടപ്പെട്ടു? കൊള്ളാം. നല്ല തളിരില്ല. അവിടുത്തെ ബാൽക്കണി കാണിച്ചേ. റൂം ഇതൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. ബാൽക്കണി വ്യൂ ആണ് നോക്കണ്ടേ. എൻ്റെ പൊന്നു, ഇവിടെ ഭയങ്കര രസമായിട്ടാ വ്യൂ. സൂപ്പറായിട്ടല്ലേ വ്യൂ? അടിപൊളി. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഇല എന്താണ് ഇങ്ങനെ തളിരില്ല? അത് ആണോ? നമുക്ക് തേയിലത്തോട്ടത്തിന്റെ ഇടയിലൊക്കെ ഫോട്ടോ എടുക്കണം. ഇനി ഇത് ഇതിന്റെ ഇടയിലൊക്കെ എടുക്കാം. പക്ഷെ ഇത് നമ്മുടെ ആ കാണുന്ന ആ ഒരു തേയിലയുടെ ആ ഒരു ഭംഗിയല്ല, ഇത് വേറെന്തോ മറ്റേ മാവല പോലെ ഇരിക്കണ്. കട്ട് ചെയ്യാത്തോന്ന് തോന്നുന്നു. എന്താണെന്നാവോ, കാട് പിടിച്ച പോലെ ഭംഗിക്ക് വേണ്ടി വെച്ചേക്കുന്നതായിരിക്കും, കട്ട് ചെയ്യാതെ. അറിയില്ല. അതെ, ഈ വഴിയാണ്ടോ നമ്മൾ ആ വണ്ടി വന്ന വഴിയാണ് നമ്മൾ ഇറങ്ങിയിട്ട് അതിലേക്ക് കൂടി ഇറങ്ങിയാണ് നമ്മളിങ്ങനെ കയറി വന്നത്. അത് നമ്മുടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് ലേറ്റായി, ഒരു 5 മണിയായി. എന്നാലും കുഴപ്പമില്ല. കൊച്ചിനെയും പൊന്നുവിനെയും നേരെ കോട്ടേജിലിട്ട് കൂട്ടിയിട്ട് നമ്മൾ നേരെ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ട് ബലൂണൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കണേ. കാണിച്ചിട്ടാ ഇവരെ നോക്കിക്കൂടെ ബലൂണൊക്കെ കുറേ ഇങ്ങനെ വീർപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ടായി. കാറ്റ്, നല്ല കാറ്റാണ്. എന്ത് സംഭവിക്കുക എങ്ങനെ ആവുന്നൊന്നൊരു പിടിയില്ല. എന്തായാലും ഞങ്ങൾ അടിപൊളിയാക്കാൻ തന്നെ നോക്കാം. നമ്മുടെ കൂടെ നമ്മുടെ ഫ്രണ്ട് ഉണ്ട് സിബി. അച്ഛനെയൊക്കെ പരിചയപ്പെട്ട് നിൽക്കട്ടെ എന്തായാലും. മറ്റേ സാധനം ഉണ്ടോ? മറ്റേ ആൻമരിയക്കകത്ത് മറ്റേ ബിജുമനം വരില്ല മാലാകനെ പോലെ. എന്താവും ഏതാവുന്നൊരു പിടിയില്ല. ബലൂണൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കണേ. ചിലപ്പോൾ അവള് വിളിച്ചോണ്ട് വരുമ്പോ ഒരു ബലൂൺ പോലും ഇവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുത്ത് വെച്ച് എന്തെങ്കിലും കാണിക്കാം.
ഗൈസ് അപ്പം നമ്മുടെ ബലൂൺ വീർപ്പിച്ചുള്ള പരിപാടികൾ ഓൾമോസ്റ്റ് തീർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചേട്ടന്മാർ, നമ്മുടെ സിബി ബ്രോയും എല്ലാവരും ഇവിടെ നിന്ന് ബലൂണൊക്കെ വീർപ്പിച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതെ ഇങ്ങനൊരു മൂഡിലാണ് നമ്മളിവിടെ ബലൂണൊക്കെ കെട്ടി അങ്ങനെ ഇട്ടേക്കണേ. ഞങ്ങളുടെ കുഞ്ഞാവ് ഇവിടെ ഇരിക്കുന്നുണ്ട്. കുഞ്ഞാവ് ഒരു പണിയെടുക്കാനുള്ള, കുഞ്ഞാൾക്ക് വയ്യെന്ന് പറയണേ. അപ്പോൾ കൊച്ചവിടെ നിന്നാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ ആ ഇറങ്ങി വരുമ്പോഴത്തേക്കും ബലൂണൊക്കെ കാണാൻ വേണ്ടിയാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ നമ്മളൊരു ഇങ്ങനെ വഴി ഉണ്ടാക്കി. അപ്പോൾ ഇവിടെയാണ് നമ്മളിനി കേക്ക് കട്ട് ചെയ്യാനുള്ള ആ ടേബിൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓരോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്തടുത്ത ടാസ്ക് വന്നുകൊണ്ടിരിക്കണേ. ഇപ്പോൾ ഈ തുണി ഇട്ടു, പക്ഷേ ഇവിടെ ഭയങ്കര കാറ്റാണ്. അപ്പോൾ ഈ തുണി ഇവിടെ നിന്ന് പറന്നു പോകും. അപ്പോൾ സിബി ബ്രോ മുകളിലേക്ക് ഓടിയിട്ടുണ്ട്. മുട്ടുസൂചി എല്ലാം കിട്ടുകയാണെങ്കിൽ ഇവിടെ നിന്ന് എല്ലാം പിൻ ചെയ്തിടാമെന്ന് വിചാരിച്ചിട്ട്. നേരെ ഇങ്ങനെ ഇരട്ടിക്കൊണ്ടിരിക്കണേണ്. ഈ സമയവും പോയിക്കൊണ്ടിരിക്കണേ. നമ്മൾ 4 മണിയൊക്കെയാണ് പ്ലാൻ ചെയ്തത്, പക്ഷെ നടപടിയായില്ല. ഇവിടെ വെച്ച് നമുക്ക് ഇതേ ഒരു സബ്സ്ക്രൈബറിനെ കിട്ടിയേക്കണേണ്. ബൈ നാം ഓക്കെ, താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. ഭായിക്ക് വ്ളോഗൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണെന്ന് കണ്ടാ പറഞ്ഞത്. ഹിന്ദി അറിയാതെ കണ്ടാലും ഭായിക്ക് മലയാളം തോടാ ആ അത് തന്നെ, അത് മതി. നമുക്ക് ഹിന്ദി പറഞ്ഞിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലല്ല. എന്തിയാ കൊച്ചെന്തി അനുവായിരിക്കും. അപ്പോൾ കുഴപ്പമില്ല, നമ്മുടെ കേക്കും കൂടി വന്നേനാ നമുക്ക് എന്തായാലും കൊച്ചിനെ വിളിക്കാം. ഗൈസ് ഇരുട്ടായി തുടങ്ങിയില്ലേ, നമ്മുടെ കേക്ക് എത്തിയിട്ടുണ്ട്. ബൈക്ക് ഞാൻ വീഡിയോ എടുക്കണോണ്ട് നാളെ വെട്ടിയിരിക്കണേന്ന് നോക്കട്ടെ. എനിക്കറിയില്ല, ഇവരെന്തൊക്കെയോ പറയുന്നുണ്ട്. ഈ തിരിയൊന്നും കത്തിക്കാൻ പറ്റുന്ന എനിക്കൊന്നുമില്ല. ആ ഹാപ്പി ബർത്ത്ഡേ നമുക്ക് കുത്തി നോക്കാം. ഞാൻ തിരി വേണമെന്നൊക്കെ പറഞ്ഞാണ്ട് എഴുതിയേക്കണ തിരി വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഗൈസ് അപ്പോൾ ഈ കേക്ക് ഞാൻ റിവീൽ ചെയ്യാൻ പോണേ നിങ്ങൾക്കാണ് ആദ്യം കാണിച്ചു തരാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ടൊക്കെ കൊച്ചിന് കാണിച്ചു കൊടുക്കുള്ളൂ കേട്ടല്ല. ഓ കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു വ്യൂ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോസിലേക്ക് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതേ നമ്മുടെ ബായിടെ കേക്ക് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ വെച്ചിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞാപ്പൂ എന്ന് എഴുതാൻ പറഞ്ഞാൽ ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞാപ്പൂ എന്ന് എഴുതിയുണ്ട്. റെഡ് വെൽവെറ്റാണ്. ഇന്നിപ്പോൾ വേറെ എല്ലാം കഴിക്കാൻ വേണമെന്നല്ല എനിക്കറിയത്തില്ല ഗൈസ്. അപ്പം ഞാൻ എന്തായാലും ചെന്ന് കൊച്ചിനെ വിളിക്കട്ടെ. ഓക്കെ, ഡോറ് കണ്ണടക്കുമോ? ഫോൺ ഞാൻ പോക്കല്ലേ ഇട്ടോട്ടെ. കണ്ണടച്ച് ഞാനെങ്ങനെ ഇങ്ങനെ വരുന്നേ? ഓക്കെ, എന്നെ പിടിച്ചോ. അങ്ങനെ വരില്ല. എന്തോ ഇവിടെ നിന്നേ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നേ കൊച്ചിന്റെ കണ്ണൊക്കെ പൊത്തിയിട്ട് സ്റ്റെപ്പ് എന്നെ നോക്കിക്കോ, എന്നെ നോക്കി കിടന്നു. എന്തുണ്ട് കൊച്ചേ, സുഖമല്ലേ? അപ്പൊ കുഞ്ഞു പിള്ളേരുടെ ബർത്ത്ഡേ അത് ഞങ്ങള് അങ്ങനെ വിചാരിച്ചു തന്നെ ഉണ്ടോ പ്ലാൻ ചെയ്തത്. ഇറങ്ങോ അയ്യോ. കൊച്ചിന് പറ്റിയ സ്ഥലത്ത് വെച്ച് ഞങ്ങള് സംഭവം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കേക്ക് കെട്ടിയാൻ പോണതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൊച്ചിനോട് പറയാം. ഈ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തത് ഇതവിടെയൊക്കെ ആൾക്കാരിക്കണണ്ട. നമ്മൾ പുതിയ സബ്സ്ക്രൈബറും കിട്ടിയുണ്ട്. ഫോൺ പിടിച്ചോണ്ടിരിക്കണം. ഞാൻ ഈ ബലൂണൊക്കെ വീർപ്പിക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോൾ അവിടെ മൊത്തം ഒരു ബലൂണൊക്കെ വീർപ്പിച്ചിട്ടേക്കണേണ് സംഭവം. പിന്നെ അങ്ങ് നൂലൊക്കെ കെട്ടി ഇവിടെ കൊണ്ടുവന്ന് അങ്ങനെ കെട്ടുക ചെയ്തത്. കേക്ക് എങ്ങനെയുണ്ട്? അടിപൊളി കേക്ക്. കേക്കും അതും ഇവരോട് തന്നെ എല്ലാം എനിക്ക് ഇങ്ങനെ എനിക്ക് എല്ലാം മെസ്സേജ് എനിക്ക് ഇട്ട് തന്നുകൊണ്ടിരിക്കണായിരുന്നു. ഇത് വേണോ, ഇങ്ങനെ അറേഞ്ച് ചെയ്യണോ, അങ്ങനെ അറേഞ്ച് ചെയ്യണോ, എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞു. ഏറ്റവും ദിവസം ക്യാൻഡിലൊക്കെ പറഞ്ഞിട്ടോ, പക്ഷെ ഭയങ്കര കാറ്റാണെന്നുണ്ടെങ്കിൽ ക്യാൻഡിൽ ഒഴിവാക്കി. അപ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ? എന്തേ ചമ്മല അതൊക്കെ. Happy birthday dear കുഞ്ഞാപ്പൂ. Happy birthday. ആരും ബർത്ത്ഡേ കൊടുക്കണോ? അവള് കട്ട് ചെയ്ത് എനിക്കല്ല കേക്ക് എന്നാണ് ഹാർട്ടി കഴിക്കാൻ കൊടുക്കണം. അടിപൊളി. കണ്ട ഞാൻ പറഞ്ഞില്ലേ, പറഞ്ഞില്ലേ. ഇതെന്താണ് വെഡിങ് കപ്പിൾസോ? രണ്ടുപേരും അങ്ങാടികളൊക്കെ കൊടുക്കണ്ടല്ലോ. അപ്പൊ സിബി ബ്രോ ആണ് നമുക്ക് ഇതേ എല്ലാം അറേഞ്ച് ചെയ്ത്. സിബി ബ്രോ മാത്രമല്ല കേട്ടാ, പിന്നെ ആൾക്കാരുണ്ട് എന്തൊക്കെയോ. അടുത്ത കേക്ക് കട്ട് ചെയ്ത് ഓക്കെ. കമോൺ
आजा भाई थोड़ा थोड़ा हिंदी मालूम അയ്യോ എന്റെ ഡൂഡ് മോൻ എന്റെ ഡൂഡ് ഞാനൊന്ന് കാര്യമായിട്ട് എടുക്കട്ടെ അങ്ങനെ പറയല്ലേ ഇതാരും എല്ലാരും കഴിഞ്ഞല്ലേ ഞാൻ ആരുമില്ലല്ലോ കൊച്ചാ മോൻ കാണിക്ക മേക്കപ്പ് ഒക്കെ പോയാ മുഖം ഞാൻ കണ്ടേ മോൻ കാണിച്ച ഇതെന്താണ് വെച്ചേ അയ്യോ ഡൂടെ കൈ ഫ്രീ ആക്കളാ ആയി ഹെയർ കളറൊക്കെ ചെയ്തല്ലോ ചേച്ചി ബാ തമിഴ് ആ പ്ലീസ് കം ഹിയർ കൈ ശരിയാക്കിയില്ലട്ടാ അയ്യോ എടാ ഡൂടെ കൈ ഒന്ന് ഫ്രീ ആക്കിയിട്ട് പിടിച്ചേ ടുഡേ ഈസ് മൈ വൈഫ് ബർത്ത്ഡേ യാ she is my wife. Can you please join with me? Join with us. എന്തൊക്കെയാണോ ഞാൻ പറയണേ ഇവര് നമ്മുടെ ഇവിടത്തെ ഗസ്റ്റാണ് കേട്ടാ അവര് നമ്മുടെ ഇവിടത്തെ ഗസ്റ്റ് ആണെന്നേ ഉദ്ദേശിച്ചത് നീ കൊടുത്തില്ലായിരുന്നല്ലോ ആ പീസ് ഓക്കെ താങ്ക് യു അങ്ങനെ നമ്മൾ ഇവിടെ ഇവിടെ ഉള്ള എൻ്റെ ഗസ്റ്റിനും നമ്മൾ കേക്ക് കൊടുത്തു പക്ഷെ ഇനി എന്താ പരിപാടി മുഖം ഇങ്ങനെ പിടിച്ച് ഇതിൻ്റെ അകത്തോട്ട് ഒരു കുത്തലാൻ കുത്തിയാലേ ഇവര് കേക്ക് അറേഞ്ച് ചെയ്തതെന്ന് വെച്ചാൽ വാഗമണ്ണിൽ നിന്ന് തന്നെയാണ് വാഗമണ്ണിൽ ഒരു ചേച്ചി ഹോം മെയ്ഡ് കേക്ക്സ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കുറേ കേക്കുകൾ എനിക്ക് അയച്ചു പിന്നെ അതിൻ്റെ ഡിസൈൻസ് ഒക്കെ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് വന്ന വഴിക്ക് എന്നെ ഇവിടെ നിന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യം വണ്ടി നിർത്തും ബായിങ്ങാട് ഞാൻ ഓരോ പ്രാവശ്യം വണ്ടിയൊക്കെ വണ്ടി നിർത്തി കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങും വണ്ടിയിൽ നിന്ന് കോള് വന്നാണ് ക്ലൈൻറ്റിൻ്റെ കോള് വന്നാന്നൊക്കെ പറഞ്ഞ് ഞാൻ വണ്ടിയിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ഞാൻ ഇറങ്ങി വണ്ടി ഞാൻ പറഞ്ഞു സീനാണ് കൊച്ചു ഒരു വർക്ക് ഡെലിവറി ഉണ്ട് അത് ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കണേന്നൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞ് നിൽക്കണേന്ന് ഇത്രയും വലിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ എനിക്കില്ല ഉണ്ടായിട്ടില്ലെന്ന് അങ്ങനെ പറഞ്ഞു തന്നെ ഞാൻ കഴിഞ്ഞ ബർത്ത്ഡേനെ പറ്റി ഇവിടെ എന്തായാലും സംസാരിക്കേണ്ടി വരും ഡൂഡ് വന്നം ഈ വ്ളോഗിൽ ഡൂഡ് വന്നം ഈ ഇത് കഴിഞ്ഞ ബർത്ത്ഡേയിലെ കഥ പറയുമ്പോ എന്നാ ഒരു കാര്യം ഇല്ല നമുക്ക് സംസാരിക്കാനുണ്ട് ഓക്കെ അവിടെ ഇരിക്കും കൊച്ചവിടെ ഓക്കെ ഡൂഡിനെ അറിയാവുന്ന ആരും ഡൂഡ് പറയാം കഴിഞ്ഞ ബർത്ത്ഡേ ഒക്കെ എന്താ സംഭവിച്ചത് കഥയായിട്ട് പറയണോ കഴിഞ്ഞ കൊല്ലം 2021 ഡിസംബർ 5 രാവിലെ 7:40 കോള് വന്നു കോൾ എങ്ങനെയുണ്ട് പറ വിളിച്ചിട്ട് ഒന്നും മിണ്ടണമെന്നില്ല ആദ്യം താൻ വിഷയമെന്ന് വിചാരിച്ചു ഞങ്ങൾ ആരും വിഷയം കുറച്ച് നേരം കൊച്ചു തന്നെയാണ് ബർത്ത്ഡേ എന്ന് പറഞ്ഞ് നമ്മള് വർക്കിനും പോയി കൊച്ചും വർക്കിന് പോയി പിന്നെ കൊച്ചു ചെന്നപ്പോഴേ ഞങ്ങൾ സർപ്രൈസ് കൊടുത്തില്ല ഒരു ഒരു മുട്ടായി പോലും എനിക്കാരും തന്നില്ല ആ കാറി കിടന്ന് എന്റെ പൊന്നോ അന്ന് എനിക്ക് വർക്ക് ഞാനും ഡൂഡും കൂടി കേട്ടെ നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ ഞാനും ഡൂഡും കൂടി ഞങ്ങളെവിടെയായിരുന്നു ഞങ്ങൾക്ക് ചേർത്തല ഭാഗത്തായിരുന്നു അവർക്ക് കൊച്ചിന് എരമല്ലൂർ ആലപ്പുഴ ഭാഗത്ത് തന്നെയായിരുന്നു വർക്ക് അപ്പം ഞങ്ങളുടെ വർക്ക് കഴിഞ്ഞിട്ട് അവളെ പിക്ക് ചെയ്യാൻ പോണ സമയത്ത് എനിക്ക് ഒന്നാമത്തെ ടൈം ഉണ്ടായില്ല പക്ഷെ എന്നാലും ഞങ്ങൾ പാലാരോട്ടത്ത് അസ്റ്റയിൽ കേക്കൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം സെറ്റപ്പ് ആക്കി അടിപൊളിയാക്കി പരിപാടിയൊക്കെ സെറ്റാക്കി വെച്ചേക്കുന്നതാണ് പേയ്മെന്റ് കിട്ടുകൊടുത്ത് എന്നാ പിന്നെ ഇത് സർപ്രൈസ് അല്ലേ നമുക്കിതൊന്ന് പാലാരോട്ടം വരെ വണ്ടി ഓടിച്ചെത്തിക്കണ്ടേ വണ്ടി കയറി കഴിഞ്ഞപ്പോൾ കൊച്ചിനെ ഞാൻ പറഞ്ഞു കൊച്ചൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല അപ്പോൾ ചോറിന് ചേട്ടാ കുഴപ്പമില്ല അത് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോ സ്വഭാവം മാറി കരിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അത് കരിക്ക് വാങ്ങിച്ചു കൊടുത്ത് കരിക്ക് കുടിച്ച് കഴിഞ്ഞിട്ട് എന്റെ പൊന്നോ സത്യം ഞാൻ കരഞ്ഞി കൊച്ചിന്റെ ബർത്ത്ഡേക്ക് ഞാൻ കരഞ്ഞി ഇവളുടെ ബർത്ത്ഡേക്ക് ഞാനിരുന്ന് കരഞ്ഞി ഞാൻ ഇങ്ങനൊരു അടിപൊളി സർപ്രൈസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടെ ഇവളെന്നോട് തല്ലു പിടിച്ചോണ്ടിരിക്കണേണ് വയറ്റിലൊക്കെ ഒന്ന് എത്താൻ വേണ്ടി ആ പെടാപ്പാട് ഇട്ട് ഏറ്റവും അവസാനം ഞാൻ തിരിച്ച് തല്ലു പിടിക്കലായി ഏറ്റവും അവസാനം അവിടെ എത്തിക്കഴിഞ്ഞ് അസ്റ്റേയിൽ എത്തിക്കഴിഞ്ഞ് അകത്ത് കയറി പോയി എല്ലാം നോക്കി സെറ്റാണെന്നൊക്കെ പറഞ്ഞ് ആ കൊച്ചെ
കൊച്ചിക്ക് സർപ്രൈസ് ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞ കൊച്ചു പറയണേ ഇത് നിങ്ങൾ ഇപ്പം ഞാൻ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിക്കൊണ്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇപ്പം സെറ്റ് ചെയ്തല്ലേ എന്ന് പറഞ്ഞു. അല്ല കേക്കണം കേക്കണം അപ്പൊ ഇല്ല എന്നിട്ട് ആ സമയത്താണ് കൊച്ചു വന്നിട്ട് നേരെ എന്നോട് ഇതിപ്പോ നിങ്ങൾ അറേഞ്ച് ചെയ്താണ് ഏറ്റവും ഇവന്റെ ഫോണിലെ സ്ക്രീൻഷോട്ട് കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തിട്ടും അവള് വിശ്വസിക്കണില്ല. വിശ്വസിച്ച് അത് കഴിഞ്ഞ് താൻ പുറത്തേക്ക് എന്റെ അടുത്ത് കഴിച്ചായിട്ട് പറയണേ ഡൂടെ എനിക്ക് കാര്യം മനസ്സിലായി പിന്നെ ഞാൻ എങ്ങനെ വിട്ടുകൊടുക്കണം ഇത്ര നേരം ഞാൻ തല്ലുപിടിച്ചല്ലേ ഞാൻ ഇങ്ങനെ വിട്ടുകൊടുക്കണേന്ന് ഓർത്തുന്നു. പക്ഷെ ഞാനിരുന്ന് കരയേണ്ടി വന്നു ഇവളുടെ ബർത്ത്ഡേ ഒക്കെ എന്നിട്ടന്ന് സർപ്രൈസും എന്താ ചെയ്യേണ്ടത് ഗൈസ് കമന്റ് ചെയ്യ്. ഇവൾക്ക് ഞാൻ ഇമ്മാതിരി സർപ്രൈസ് കൊടുത്തപ്പോഴത്തേക്ക് എന്നെ കരയിപ്പിച്ച് ഇവളെ എന്താ ചെയ്യേണ്ടത്? നമുക്ക് അടുത്ത ബർത്ത്ഡേക്ക് കൂന്തലിന്റെ വെള്ളമോ ചാണകം തലവഴി കഴിക്കാം. ഇതൊന്നും അല്ല ഞാനിവിടെ ഇല്ലല്ലോ ഞാനിവിടെ ഇല്ലല്ലോ ഞാൻ നാട് വിടുമല്ലോ. സൂപ്പർ കേക്കൊക്കെ തലേന്ന് പോയാ കേക്ക് എന്റെ തലേ മൊത്തം വൃത്തിയായിട്ട് തലേ മൊത്തം കേക്ക് വാരി എറിഞ്ഞു. ബർത്ത്ഡേ ഒക്കെ അല്ലേ അവർക്ക് ബർത്ത്ഡേ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എന്താ വെച്ചാൽ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യണം. ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യണം മസ്റ്റ് ആണെന്നാണ് കൊച്ചു പറയണത്. എനിക്ക് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് പ്രാന്താണ് ഇങ്ങനെ പറയണേ. എനിക്ക് പ്രാന്താണ് കൊച്ചിന് വീട്ടുകാർക്കും അറിയാം. അപ്പൊ എല്ലാരും ചോദിച്ചു. അപ്പൊ ഇവള് ഇവിടെ വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ് ഇങ്ങോട്ട് കേറുമ്പോ തന്നെ കിട്ടുക്കാച്ച് സർപ്രൈസ് ആ കൊച്ചു ഞെട്ടുന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇവിടെ കയറിയപ്പോ സർപ്രൈസ് ഒന്നും ഉണ്ടായില്ല. അപ്പൊ അതിന്റെ രീതിയിൽ ചെറിയൊരു കലിപ്പിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്കറിയായിരുന്നു പിന്നെ സെറ്റ് ചെയ്യുള്ളൂ. കറിയാ ഞാൻ എന്തായാലും കൊടുക്കുന്നു. പക്ഷെ ഇങ്ങനെ സംഭവം നീ എന്തെങ്കിലും പ്രതീക്ഷിച്ചില്ല. എന്നെ കൊണ്ട് കൂട്ടിയാ കൂടുന്നത് എന്നെ കൊണ്ട് കൂട്ടിയാ കൂടുന്നത് ഞാൻ കൂട്ടിയത്. വാട് കൂടി ഇങ്ങോട്ട് വന്നേക്ക് കൂട്ടി. അപ്പൊ ഗൈസ് അപ്പൊ എല്ലാവർക്കും വളരെ 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 താങ്ക്സ്. പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയാ പിന്നെ തീർച്ചയായിട്ടും ജോമോനും സീൻചേട്ടനൊക്കെ വരാന്ന് പറഞ്ഞാണ് ഏറ്റവും അവസാനം. അത് ഉറപ്പായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ഇവരെ നമ്മൾ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാണ്. അപ്പൊ ഇങ്ങനെ ഒരു അടിപൊളി കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ സെറ്റ് ചെയ്യുന്ന ഫാൽക്കൺ ക്രസ്റ്റിന് എന്തായാലും ഞാൻ ഭയങ്കരമായിട്ട് താങ്ക്സ് പറയണാണ്. കാരണം ഞാൻ പ്രതീക്ഷന് അതെ ഞാൻ പ്രതീക്ഷയില്ല ഈ മലമുകളിൽ ഞാനെങ്ങനെ അവിടെ നിന്ന് കേക്ക് വാങ്ങിച്ചിട്ട് ഇവിടം വരെ കൊണ്ടുവരുന്ന പറയുമ്പോഴത്തേക്ക് ഇവരെനിക്ക് പ്ലാൻ ചെയ്ത് ഇവരെല്ലാം എന്നെ വിളിച്ച് സംസാരിച്ച് സെറ്റായിക്കൊണ്ടിരിക്കണായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റായി തന്നതിന് ബിഗ് താങ്ക്സ് എല്ലാവർക്കും. നമ്മുടെ ക്യാമറ കാണാതെ തന്നെ കുറെ ക്രൂ അതിൻ്റെ അകത്തുണ്ടായി. ബലൂൺ വീർപ്പിക്കാനൊക്കെ നമ്മുടെ കുറെ ഭായിമാരൊക്കെ ഉണ്ടായി. അപ്പൊ എല്ലാവർക്കും എന്തായാലും എല്ലാവരുടെ മുഖം ഒരേപോലെ ഇരിക്കണത്. അപ്പൊ താങ്ക്സ് എ ലോട്ട്. ഓക്കെ അപ്പൊ ഞങ്ങള് കൊച്ചിന്റെ ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിച്ചു ഗൈസ്. അപ്പത്തെ വീഡിയോ കൂടെ വെച്ച് അവസാനിപ്പിക്കാൻ പോണേണ്. ഞാൻ ഔട്ടർ കൊടുക്കുമ്പോഴേക്ക് ഇവര് ചിരിക്കും ഗൈസ്. നിങ്ങൾ ചിരിക്കാറുണ്ടോ? എന്താണ് ശരിക്കും മട്ടാണ് ഗൈസ്.